ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ ബേസിക് സയൻസിൽ മാജിക് ഓഫ് സെൻസസ്, ഇന്ദ്രിയ ജാലം എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ആനുവൽ എക്സാം വരാനായി, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതാ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ നോക്കാതെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ, കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നോക്കാം. ആനിമൽസ് ഹാവ് ഡിഫറെന്റ് ഓർഗൻസ് ദാറ്റ് ഹെൽപ് ദം അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്സ്. ദീസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അവയവങ്ങൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അതിനെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്. ജന്തുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, വിച്ച് ഓർഗൻസ് ഹെൽപ്പ് ബട്ടർഫ്ലൈസ് റെക്കഗ്നൈസ് ടേസ്റ്റ് അല്ലെ. ചിത്രശലഭങ്ങളെ രുചി അറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? കുറെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിങ്സ് അല്ലെ, ചിറകുണ്ട്, അതുപോലെ തന്നെ ആന്റിന ഉണ്ട്, ലെഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രശലഭം അല്ലെ, നമ്മുടെ പൂമ്പാറ്റയാണ്. അപ്പൊ ഇത് എങ്ങനെയാ രുചി തിരിച്ചറിയുന്നത്? അതിന്റെ കാലുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അത് അതിനുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിന്റെ ലെഗ്സ് അല്ലെങ്കിൽ എന്താണ്, കാലാണ് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാലുകളാണ് ഇവിടെ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യെസ് നോക്കിക്കോളൂ നിങ്ങള്. എന്താണ് ക്വസ്റ്റ്യൻ? ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ, ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് വൈറ്റ് കെയിൻ ഡേ. വേൾഡ് വൈറ്റ് കെയിൻ ഡേയുമായിട്ട് അനുബന്ധിച്ചിട്ട് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ, ABC എന്ന് പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അല്ലെ. പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ ദ സെമിനാർ ഇൻക്ലൂഡിംഗ് ദ ഡിവൈസസ് യൂസ്ഡ് ടു അസിസ്റ്റ് വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസ്. വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യത്തെ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ചോദ്യം, ആദ്യം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അല്ലെ. ബി ക്വസ്റ്റ്യൻ എന്താണ്? കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം യൂസ്ഡ് ബൈ വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്? ആൻഡ് സി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചനാ മത്സരത്തിലേക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഡിസൈൻ എ പോസ്റ്റർ ഫോർ ദ സ്കൂൾസ് പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ടു പ്രൊമോട്ട് ഐ ഡൊണേഷൻ. അതെന്താണ് അതിന്റെ ഒരു തീം എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പോസ്റ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. അതിലൊന്ന് വൈറ്റ് കെയിൻ ഡേയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ വൈറ്റ് കെയിൻ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലെ. ഇവർക്ക് നടക്കാനായിട്ട് എളുപ്പത്തിൽ ഇവർക്ക് കാര്യങ്ങൾ, മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് നമ്മുടെ വൈറ്റ് കെയിനിന്റെ ഉപയോഗം. ഇനി ഇവർക്ക് സമയം അറിയാൻ വേണ്ടിയിട്ട് അതിനിവിടെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടെക്നോളജിക്ക് ഒരുപാട് ഡെവലപ്പ് ആയി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സമയം അറിയാനായിട്ട് 2 തരത്തിലുള്ള വാച്ചുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ ടോക്കിംഗ് വാച്ച്, അതായത് സമയം പറഞ്ഞു തരും അല്ലെ. രണ്ടാമത്തെ വാച്ചാണ് ടാക്ടൈൽ വാച്ച് എന്ന് പറയുന്നത്. ടാക്ടൈൽ വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സമയം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ പൊക്കിയിട്ട് നമ്മൾ പല സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൊക്കി നോക്കിയിട്ട് നമുക്ക് തൊട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇതുപോലെ ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഇതുപോലെ ഒരു ലിഡ് കണ്ടോ നിങ്ങൾ, അതിങ്ങനെ തുറക്കണു നമ്മൾ, എന്നിട്ട് ഇവിടെ തൊടുന്നതിനനുസരിച്ച് നമുക്ക് ടൈം എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് വാച്ചിനെയാണ് നമ്മൾ ടാക്ടൈൽ വാച്ച് എന്ന് പറയുന്നത്. ഇനി എംബോസ്ഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മാപ്പ് അല്ലെങ്കിൽ ഭൂപടം നമ്മളെല്ലാവരും അല്ലെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് വായിക്കാൻ അറിയണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പഠന കാര്യങ്ങൾക്കായിക്കോട്ടെ, അതല്ലാത്ത കാര്യങ്ങൾക്കായിക്കോട്ടെ നമുക്ക് ഇത് ആവശ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ അതിർത്തിയും കാര്യങ്ങളും, ഇപ്പൊ ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഭൂപടം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ഇന്ത്യന്റെ അകത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ അതിർത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അത് പറ്റാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന എംബോസ്ഡ് മാപ്പ്. അതായത് നമുക്ക് തൊട്ട് നോക്കാം. ഇത് കണ്ടോ നിങ്ങൾ, ത്രെഡ് വഴിയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടാവും അതിന്റെ ഈ പറയുന്ന ബോർഡേഴ്സിലൊക്കെ. അങ്ങനെ തൊട്ട് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ
ചെയ്യാൻ പറ്റും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പഠനങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് യൂസ്ഫുൾ ആണ് എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ സ്മാർട്ട് കെയിനും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ. അപ്പൊ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതാ സൂക്ഷിച്ചാൽ എന്താണ് ദുഃഖിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് ജെനറ്റിക് അല്ലാതെ തന്നെ നമ്മുടെ കിട്ടിയിരിക്കുന്ന നമ്മുടെ കണ്ണുകളെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അധികം ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ സെമിനാർ ഒക്കെ ആകുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ക്രീൻ ടൈം വല്ലാതെ യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ഇല്ലാത്തടുത്തിരുന്നിട്ട് നമ്മൾ സ്ക്രീന് നോക്കുന്നത് അല്ലെ, കൂടുതൽ സമയം ഫോണിൽ ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വല്ലാതെ അത് സ്ട്രെയിൻ ചെയ്ത് അല്ലെ, കണ്ണിന് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നത്, പ്രഷർ കൊടുക്കുന്നത്. ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ല രീതിയിലുള്ള ഫുഡ്, ഈ പറയുന്ന ഇലക്കറികളൊക്കെ കഴിക്കാൻ നമ്മളോട് പറയാറുണ്ട് അല്ലെ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് സംരക്ഷിക്കാതിരിക്കുന്നത്, എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ വല്ലാതെ റബ്ബ് ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവരെ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ, ബി ക്വസ്റ്റ്യൻ അതായിരുന്നു. അത് നമ്മുടെ ബ്രെയിൽ സ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്രെയിൽ ലിപിയാണ്. അതാണ് അവരെന്ത് ചെയ്യുന്നത്, റൈറ്റിംഗ് ആൻഡ് റീഡിങ് അല്ലെ, എഴുത്തിനും വായനയ്ക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഫൈനൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു പോസ്റ്ററിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് എഴുതുന്ന അല്ലെ ഒരു സെന്റൻസ് നമ്മൾ അതിനകത്ത് എഴുതണം, ഒരു നല്ലൊരു അർത്ഥവാക്യം അതിൽ വേണം. ഐ ഡൊണേഷൻ ഈസ് ഹ്യൂമാനിറ്റി ജസ്റ്റ് എഴുതിയിരിക്കുകയാണ്. ഐ നെവർ ഡൈ ഡൊണേറ്റ് ഐ അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചിത്രങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് എന്റെ മക്കൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. അപ്പൊ നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മുടെ ആനുവൽ എക്സാം ഇതാ എത്തിയിരിക്കുകയാണ്. ഒരു മാസത്തിൽ കുറച്ചുകൂടെ നമുക്ക് ഉള്ളൂ അല്ലെ. അപ്പൊ മാർച്ച് ആകുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട്. അപ്പൊ ഇപ്പം ആദ്യം പഠിച്ച കാര്യങ്ങൾ, ഇതിപ്പോ ലാസ്റ്റിലേക്ക് വന്ന ചാപ്റ്റർ ആണ്, ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും ഉറപ്പാണ്. പക്ഷെ അതിൽ നിന്ന് മാത്രം ചോദ്യം ചോദിച്ചാൽ മതിയോ ആനുവൽ എക്സാമിന്? ഇപ്പോൾ ആദ്യം മുതൽ ചോദിക്കുന്ന ഉറപ്പല്ലേ? അപ്പൊ ആദ്യം മുതലുള്ള സാധനങ്ങൾ എങ്ങനെ പഠിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എൻ ഗെയിം. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. കാരണം നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളാണ്, കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സ് മുതൽ ഇപ്പൊ അവസാനം വരെയുള്ള ചാപ്റ്റർ വരെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഓഫറോട് കൂടിയിട്ട് 849 രൂപയ്ക്കാണ് ഈ ബാച്ച് ഇപ്പൊ ഇപ്പൊ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ജോയിൻ ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, എന്താണ് ആ സംശയങ്ങൾ നിങ്ങൾക്കുള്ളത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ എടുത്താൽ മതി. എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഇതൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം 6th ഈ പറഞ്ഞ പോലെ ഈ ഒരു വർഷം സിലബസ് മാറിയതാണ്. അപ്പൊ മാറിയ സിലബസ് അവരെഴുതി, അതാണ് നിങ്ങളും പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ചധികം തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. കാരണം ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും എല്ലാ സബ്ജക്റ്റിലും ആണ് മിസ് പറയുന്നത്. അപ്പൊ മാക്സിമം അഡ്മിഷൻ എടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഇനിയും ഇതുപോലെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം എക്സാം ആകുമ്പോഴേക്ക്. അതൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.